എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആരാധനാ ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് ആത്മനിറവിൽ ആരാധിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആരും മൗനമായി നിൽക്കാതെ ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാൽമേലിരിക്കും. ഇന്ന് പൽക്കാലം കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി കൂടെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ച് അല്പസമയം നിൽക്കാം. സ്തോത്രം പറയാം. എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ച് അല്പസമയം നിൽക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാവരും ചേർന്ന് സ്തോത്രം പറയാം, സ്തോത്രം പറയാം, സ്തോത്രം പറയാം, സ്തോത്രം പറയാം. സ്തോത്രം ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ, സ്തുതി ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എണ്ണമില്ല നന്മകളിൽ ചൊരിയും മന്ദയെ ഓർക്കുമ്പോ നന്ദി അല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊൽവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ എണ്ണമില്ല നന്മകളിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദി അല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നു. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശു യേശുവേ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളെയും അങ്ങയുടെ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസം മുഴുവനും അടികളെ അനേക പകർച്ചവ്യാധികൾ, അനേക അപകടങ്ങൾ ചുറ്റുപാടുകളൊക്കെ സംഭവിച്ചപ്പോഴും കർത്താവിന്റെ കൃപ അടികളോട് കൂടെ ഇരുന്നു. കർത്താവ് ഈ മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ തിരുസന്നിധിയോട് അടുത്ത് വരുവാൻ തങ്ങിത്തന്ന ഈ കഷ്ടത്തിനായി നന്ദിയോടെ സ്തോത്രം. അടികൾ ജീവനോടെ ഇരിക്കുന്നത് അങ്ങയുടെ ദയയാണ്, അങ്ങയുടെ വിശ്വസ്തതയാണ്, അങ്ങയുടെ കരുണയാണ്. നന്ദിയോടെ ഈ പകലിൽ അടികളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഒരു മനസ്സോടെ ഉയർത്തുന്നു. ഐക്യതയോടെ സ്നേഹത്തോടെ അങ്ങയുടെ നാമത്തെ ഈ പകലിൽ ഉയർത്തുന്നു. അങ്ങ് മാത്രം അവിടെ ഉയർന്നിരിക്കട്ടെ. അങ്ങ് മാത്രം അവിടെ ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം നൽകി അടികളെ സഹായിക്കുന്നതിനായി അപേക്ഷിക്കുന്നു. ഈ പകലിൽ ദൈവകൃപ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഹല്ലേലൂയ ഈ പകലിൽ നൽകണമേ. ആരാധിപ്പാൻ ശക്തിയിരിക്കണമേ, ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അനേക പകർച്ചവ്യാധികളുടെ മധ്യയിലാണ് നാം ആയിരിക്കുന്നത്. ദേശമെല്ലാം ഭയത്തോടെ കൊറോണ അല്ലെങ്കിൽ കോവിഡ് എന്നീ രോഗത്താൽ ഭാരത്തോടെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ
ദൈവമായ കർത്താവ് നമ്മെ സൂക്ഷിച്ചു, ദൈവം നമ്മെ പരിപാലിച്ചു. ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ്. അതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തമാണ്, യേശുവിൻ്റെ രക്തമാണ് നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ആ രക്തത്തിൽ ആശ്രയിക്കാം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ വന്നതായ ഒരു ചിന്ത ഇതാണ്. ഇവിടെ ഫാസ്റ്റിംഗ് പ്രേയറിന് കടന്നു വന്നു. അപ്പോഴേക്ക് ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ പലപ്പോഴും പറഞ്ഞ ഒരു സംഗതിയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അനേകരെ രോഗികളാക്കി ഭാരപ്പെടുത്തി ഒറ്റപ്പെടുത്തി ശത്രു ജയം കൊള്ളുവാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിൽ നാം കർത്താവിൽ ശരണപ്പെട്ട് മുൻപോട്ട് പോകണം. അവിടെയാണ് വിടുതലുള്ളത്, അവിടെയാണ് സൗഖ്യമുള്ളത്. അത് ചിന്തിച്ചപ്പോൾ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന ഒരു ഗാനം, ഒരു പഴയ പാട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന ചിന്തിക്കുന്നു. നമുക്കത് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തൻ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. രോഗിക്ക് വൈദ്യൻ എൻ്റെ യേശുവാണ്, പാപിക്ക് രക്ഷകൻ എൻ്റെ യേശുവാണ്. യേശു എൻ്റെ വൈദ്യനാണ്, യേശു എൻ്റെ ഔഷധമാണ്, യേശു എൻ്റെ എല്ലാമാണ്. അത് തിരിച്ചറിയുന്നവർ എല്ലാവരും ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കണം. അറിയാവുന്നവർ ചേർന്ന് പാടുക, അല്ലാത്തവർ പഠിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഇന്നത്തെ പകൽ ഉയർത്താം. ഹല്ലേലൂയ. സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം, തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം, തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ യേശുവാണല്ലോ, ഭാവിക്കു യേശുവാണല്ലോ, രോഗിക്കു വൈദ്യൻ യേശുവാണല്ലോ, ഭാവിക്കു രക്ഷകൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം, തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ, രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ
തന്നടിപ്പിണരാൽ തന്നടിപ്പിണരാൽ എനിക്ക് വിശ്വാസത്തോടെ പാടാം, വിശ്വാസത്തോടെ. തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ, രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. വിശ്വാസത്തോടെ ചേർന്ന് പാടുക. രോഗശാന്തി ഇവിടെ നടക്കും. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ, രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. വിശ്വാസത്തോടെ ചേർന്ന് പാടാം, വിശ്വാസത്തോടെ ചേർന്ന് പാടാം. സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗിക്കു വൈദ്യൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ, രോഗിക്കു വൈദ്യൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ
സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൻ എനിക്ക് സൗഖ്യം. ശത്രുഗണമാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണമാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനി. ശത്രുഗണമാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണമാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനി. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങളൂരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങളൂരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം, നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം, നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയത്തിന്റെ ഘോഷമുയരട്ടെ, ഘോഷമുയരട്ടെ. യേശുവേ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു, ഒരു മനസ്സിന്റെ നാമത്തെ ഉയർത്തുന്നു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ കൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ കൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിലായി. നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം, നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. സൈന്യത്തിന്റെ മുൻപിൽ ജയം നിശ്ചയം, ജയം നിശ്ചയം, നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം, നായകനായുള്ള ദിനം ജയം ജയം നിശ്ചയം. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാവലൂരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാവലൂരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാവലൂരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാവലൂരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടാം, ചേർന്ന് പാടാം, ഉച്ചത്തിൽ പാടാം. ഹല്ലേലൂയ, 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 ജയമേ. ഹല്ലേലൂയ, 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 ജയമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും.
യേശുനാഥന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും ഹല്ലേലൂയ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുക്രിസ്തു മുഖാന്തര നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു മുഖാന്തര പാപത്തിന് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു മുഖാന്തര പിശാചിന് മേൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു മുഖാന്തര രോഗത്തിന്മേൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ക്രിസ്തു മുഖാന്തര മരണത്തിന്മേൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു മുഖാന്തരം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നമുക്ക് ലഭിക്കുന്ന ജയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ യേശു ജയിച്ചവരായതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. ജയിച്ചവരോട് നിൽക്കുന്നവര് അവര് പരാജയപ്പെടുകയില്ല. ജയിച്ചവരോട് നിൽക്കുന്നവര് അവര് ജയാളികളായി തീരും. പരാജയപ്പെടുന്നവരുടെ കൂടെ അല്ല, പരാജയപ്പെടുന്നവരുടെ കൂടെ അല്ല നിൽക്കേണ്ടത്. ജയാളിയോട് കൂടെ നിൽക്കുമെങ്കിൽ ആ ജയാളിയുടെ നാമത്തിൽ നമുക്ക് ജയം ലഭിക്കുമെന്ന് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാൽവരിയില് ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ച് അവരെ മേൽ ജോത്സവം കൊണ്ടാടി നമ്മുടെ കർത്താവ് അവരെ ചവിട്ടി മെതിച്ച് അവരെ പരാജയപ്പെടുത്തി കർത്താവ് നമുക്ക് ജയം നൽകുന്ന ദൈവമായി നമ്മുടെ ജീവിതത്തിലുള്ള ഓർത്ത് സ്തോത്രം ചെയ്യാം. Praise the Lord, we praise the Lord, we praise the Lord, we worship the Lord. ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളൊക്കെ നാമത്തെ ഉയർത്തുന്നു. യഹോവേ എല്ലാ കാലത്തും വാഴ്ത്തു, അവരുടെ സ്തുതി എപ്പോഴും എൻ്റെ താഴ്മേലിരിക്കുമെന്ന് ദൈവത്തിന് ഭക്തന്മാർ ചേർത്ത് പറയുക. ദൈവം നമുക്കതിരിക്കും കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സന്തോഷവേളകളിലോ സന്താപ വേളകളിലോ ദൈവത്തെ വാഴ്ത്തുക. സുഖത്തിനോ ദുഃഖത്തിനോ ദൈവത്തെ വാഴ്ത്തുക. ദൈവം നമുക്കതിരിക്കും ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഉയർച്ചയിലും താഴ്ചയിലോ നന്മയിലോ തിന്മയിലോ എല്ലാം ദൈവത്തെ വാഴ്ത്തുക. നമുക്കിഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലോ അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് ഭക്തന്മാർ പറഞ്ഞു പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവരുടെ നാമം വാഴ്ത്തപ്പെട്ടെന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് മഹത്വം കൊടുത്ത പോലെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു രോഗം പോലും നിലത്ത് വീഴുകയില്ല. നമ്മുടെ ദൈവം അറിഞ്ഞ് സംഭവിക്കുന്നത് നമ്മുടെ ദോഷത്തിനല്ല, അത് നമ്മുടെ നന്മയ്ക്കാണ്, അത് നമ്മുടെ അനുഗ്രഹത്തിനാണ്. നമ്മെ തകർക്കുവാനല്ല, നമ്മെ മുടിക്കുവാനല്ല, നമ്മെ നശിപ്പിക്കുവാനല്ല. ഈ ശോധനകള് നമ്മെ പടുതെടുക്കുവാൻ, നമ്മെ മരുന്നെടുക്കുവാൻ, നല്ല പൊന്നാക്കി മാറ്റുവാൻ ദൈവം നമ്മെ നടത്തുന്ന എല്ലാം നടത്തി കേൾക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനേകർ ലോകത്തിൽ ഭയന്ന് കഴിയുമ്പോൾ വൈറസ്, മാരകമായ വൈറസ് ലോകത്തിൽ വ്യാപരിക്കുന്ന നിമിത്തം അനേക ആയിരങ്ങൾ, അനേക ലക്ഷങ്ങൾ, അനേക ജനകോടികൾ ഭയത്തിൽ കഴിയുമ്പോൾ ദൈവത്തിന്റെ മക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിലുള്ള ആശ്രയത്തിനായി
ദൈവത്തിന് വിശ്വാസത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ നിനക്ക് കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കുക. അവ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ള മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ഉള്ളങ്കരങ്ങളിൽ ദൈവത്തിന് മക്കൾ ഭദ്രമായിരിക്കുന്നതോർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പരിപാലന ദൈവം നമുക്ക് നൽകുന്നതോർത്ത് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. അല്പസമയം ദൈവത്തിന് കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവമായിരിക്കും ജാതി അവതാരിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജന ഭാഗ്യമുള്ളവരാ. ആശ്രയമുള്ള ജന ഭാഗ്യമുള്ളവരാ. മനുഷ്യരിൽ ആശ്രയിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ദൈവത്തിൽ ആശ്രയമുള്ള ദൈവമക്കളെ പോൽ ഭാഗ്യമുള്ളവർ ലോകത്തിൽ ആരുമില്ല. ഹല്ലേലൂയ. മക്കളെ, നമുക്ക് ചാരുവാൻ തക്കോടെ ഒരുവനുണ്ട്, മുറുകെ പിടിക്കുവാൻ തക്കോടെ ഒരുവനുണ്ട്, നമ്മെ സ്നേഹിക്കുവാൻ ഒരുവനുണ്ട്, നമ്മെ കരുതുവാൻ ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. രാത്രി നാം കേട്ടല്ലോ, ഇന്നലെ പകല് നമ്മൾ കേട്ടല്ലോ. തളർന്നു പോകരുത്, തളർന്നു പോകരുത്. എഫെസോസ് സഭ തളർന്നു പോയില്ല. പല പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയ സഭയാണെങ്കിലും അവർ തളർന്നു പോയില്ല. എഫെസോസിൽ ദൈവമക്കൾക്കെതിരായിട്ട് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായ ഒരു സ്ഥലമാണെങ്കിലോ അവർ തളർന്നു പോയില്ല. അർത്തമേസ് മഹാദേവിയുടെ ആ അന്ധകാര ശക്തികൾ ഈ അവാരം ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലോ ദൈവമക്കൾ തളർന്നു പോയില്ല. റോമ ഗവൺമെന്റ് ദൈവമക്കളെ പീഡിപ്പിക്കാൻ തുടങ്ങിയെങ്കിലോ അവർ തളർന്നു പോയില്ല. പ്രതികൂലത്തിന് നടുവിൽ തളർന്നു നിൽക്കുവാൻ എഫെസോസ് സഭയ്ക്ക് കഴിഞ്ഞെങ്കിൽ ദൈവത്തിന് മക്കളെ ഏത് പ്രയാസ പ്രതികൂലങ്ങൾ വന്നാലോ നാം തളർന്നു പോകേണ്ടവരല്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ട്. ഇന്നലെ രാത്രി നാം കേട്ടല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ആ കഷ്ടതയുടെ നടുവിൽ, കഷ്ടതയുടെ അഗ്നിശോധനകളുടെ നടുവിൽ കൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ തളർന്നു പോകേണ്ട കാര്യമില്ല. ദൈവ സാന്നിധ്യം നമ്മുടെ കഷ്ടതയെ വെളിപ്പെടുന്നത് കൊണ്ട് നാം തളർന്നു പോകേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുതൽ കഷ്ടതയെ വെളിപ്പെടുന്നത് കൊണ്ട് നാം തളർന്നു പോകേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിപാലന കഷ്ടത ലഭിക്കുന്നത് കൊണ്ട് നാം തളർന്നു പോകേണ്ട കാര്യമില്ല. ന്യായപ്രമാണത്തിലെ ചട്ടങ്ങൾ പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നത് കൊണ്ട് നാം തളർന്നു പോകേണ്ട കാര്യമില്ല. ഉയർത്തുന്നൊരു വിടുതലുമായി കഷ്ടതയെ ദൈവം ഇറങ്ങി വരുന്നത് കൊണ്ട് നാം തളർന്നു പോകേണ്ട കാര്യമില്ലെന്ന് ദൈവം നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ലോകത്തിൽ അനേകർ തളർന്നുകൊണ്ടിരിക്കുക, അനേകർ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുക. ലോകത്തിൽ കാണുന്ന പല വിഷയങ്ങളുടെയും മുമ്പിൽ തളർന്നും ക്ഷീണിച്ചും ഭയന്നും നിരാശപ്പെട്ടും ഇങ്ങനെയായാൽ എങ്ങനെ ഭൂമി ജീവിക്കും? എത്ര നാൾ ജീവിക്കാൻ കഴിയും? പലവിധത്തിലുള്ള ആകുല ചിന്തകളിൽ അനേകർ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന് മക്കൾക്ക് ഒരു കാര്യം അറിയാം. ഏത് വലിയ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവരേകരല്ല, അവർ തരിച്ചല്ല. തീച്ചോടേക്ക് ഇറങ്ങി വന്ന ദൈവം കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ നമുക്കുള്ളത് കൊണ്ട് നാം അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം ദൈവത്തിന്റെ കൃപകളെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നിൽക്കാം. ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ നമുക്ക് ഓർക്കാം.
നാം കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഓർത്താൽ, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർത്താൽ, നാം വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്താൽ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു വലിയ ദൈവം ഈ ഭൂമിയിൽ വേറെ ഇല്ല. ദൈവത്തിന് മക്കളെ, ഇത്ര വലിയൊരു ദൈവത്തെ, ഇത്ര ശ്രേഷ്ഠനായ ഒരു ദൈവത്തെ, സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ സ്നേഹിക്കുക, സേവിക്കുക, ആരാധിക്കുക. ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നല്ലോ. ദൈവം നമ്മെ വിളിച്ച് ഈ കൃപയിലേക്ക് കൊണ്ടുവന്നല്ലോ. നമ്മെപ്പോലെ ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠജാതി വേറെയില്ല. വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠജാതി ഈ ഭൂമിയിൽ വേറെയില്ല. ഈ വലിയ പദവി, ഈ വലിയ ഭാഗ്യ ദൈവം നമുക്ക് തന്നതോർത്ത് എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയോ? ഇത്ര മഹത്വമുള്ള പദവിയെ ദൈവം നമുക്ക് തന്നതോർത്ത് നമ്മുടെ കരങ്ങളൊന്ന് അടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാമരാധിരാജരാധനവരാധിരാ ധീരേ 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 ജുരാധനവരാധിരാജരാധന ഇരന്തരേ ധീരേ ജുരാധനവരാധിരാജരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ നമുക്ക്, ദൈവത്തിന്റെ ഉപകാരങ്ങൾ നമുക്ക് ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവം, നാം എത്ര ശ്രേഷ്ഠമായ ജാതി. ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് ശ്രേഷ്ഠമായ ജാതിയായി തീരുവാൻ, ശ്രേഷ്ഠനായ ദൈവത്തെ സേവിക്കുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. സ്വർഗപിതാവേ, അങ്ങേ വാഴ്ത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ പുകഴ്ത്തുവാൻ, അങ്ങേ വർണ്ണിക്കുവാൻ ഞങ്ങളെ കൂട്ടിവരുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ദൈവം ഞങ്ങളെ നടത്തിയ എല്ലാം നടത്തിയപ്പോഴേ ഓർത്ത് സ്തോത്രം. മാർച്ച് മാസത്തിന് 1-ാം തീയതി ഈ ഞായറാഴ്ച തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 2 മാസങ്ങൾ, ഈ വർഷത്തിൻ്റെ ആരംഭ 2 മാസങ്ങൾ ദൈവം ഞങ്ങളെ ജയോത്സവമായി നടത്തിയത് ഓർത്ത് ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് അതിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം.
ഈ ദൈവം ഇന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവം. ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനായി കൂടെ ഉള്ളതിനാൽ സ്തോത്രം. ഞങ്ങളിങ്ങനെ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നുണ്ടാവി. ഇന്നത്തെ സഭായോഗത്തെ തുടർന്നും അനുഗ്രഹിക്കണം. എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. അഭിഷേകത്തിന് വലിയ കവിഞ്ഞൊടുക്കുക, ആത്മനദിയുടെ വലിയൊരു കവിഞ്ഞൊടുക്കുക. ഞങ്ങളുടെ സഭായോഗത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക വലിയ ആത്മമാരുടെ വർഷണം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെ സഹായിക്കണം. മുഖത്ത് അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീക്ഷിച്ചത് ദൈവം കേൾക്കണം. എല്ലാവർക്കും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22 വാക്യം നിർത്തി വായിക്കും. യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. അപ്പൊ വചനം കേൾക്കുക മാത്രം ചെയ്തിട്ട് തങ്ങളെ തന്നെ ചതിക്കരുതെന്നാണ് പറഞ്ഞത്. വചനം കേൾക്കുന്നവർ മാത്രമായിരിക്കരുത്, അതിനെ ചെയ്യുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വചനങ്ങൾ പ്രായോഗിക ജീവിതത്തിലാക്കുന്നവരായി തീരണം. കേട്ടിട്ട് പോയിട്ട് യാതൊരു പ്രയോജനമില്ല. കേട്ടിട്ട് പോവുക മാത്രമാണ് ചെയ്തെങ്കിൽ നമ്മളെത്ര ചതിക്കുക. ഒരു മണിക്കൂർ വചനം കേട്ടു, നമ്മളെ ചതിച്ചിട്ട് നമ്മൾ പോയി. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്ന വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. കേട്ടത് അധികം ശ്രദ്ധയോടെ. എന്തിനു വേണ്ടിയാ? വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. നമുക്കറിയാം ഒഴുകിപ്പോകത്തക്ക സാഹചര്യങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ഒഴുകിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിന് നേരെ വലിയ കുത്തൊഴുക്കുകൾ ഉണ്ടാകും. വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വലിയ കുത്തൊഴുക്കുകൾ ജീവിതത്തിൽ വരും. എന്നാലും നടുവിൽ അനേക വൃക്ഷങ്ങൾ കടപുഴി അത് മറിഞ്ഞു വീട് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ ചില വൃക്ഷങ്ങൾ ഉറച്ചു നിൽക്കുക. എന്താ? അതിൻ്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളത് കൊണ്ട് ആ മലവെള്ളപ്പാച്ചിലിൽ അത് വീട് പോകുന്നില്ല. ദൈവത്തിന് മക്കൾ ദൈവം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവമക്കൾ നിൽക്കുകയാണെങ്കിൽ എത്ര പ്രതികൂലത്തിന് കുത്തൊഴുക്കുകൾ വന്നാലും നാം ഒഴുകി പോകത്തില്ല, നാം നിലനിൽക്കുന്നവരായി തീരും. അതുകൊണ്ട് കേവലം വചനം കേട്ടാൽ പോരാ, വചനം ചെയ്യുന്നവരനുസരിക്കുന്നവരായി തീരും. അടുത്ത വാക്യം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ വചനം കേൾക്കുന്നവനാണെങ്കിലും അത് പ്രാവർത്തികമാക്കാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. രാവിലെ പോയി കണ്ണാടി നോക്കുന്ന ഒരു മനുഷ്യനെ പോലെ അവൻ ഇരിക്കുന്നു. കണ്ണാടി പോയി നോക്കി മുഖത്തിൻ്റെ ആ ഷേപ്പൊക്കെ കണ്ടു, ആ കണ്ണുകൾ കണ്ടു, ആ മുഖമൊക്കെ കണ്ടു. എന്നാൽ അടുത്ത വാചകം എന്താ? ശ്രദ്ധിച്ച്. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. പിന്നെ അങ്ങോട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പോകുമ്പോൾ രൂപമൊക്കെ അങ്ങ് മറന്നു പോവുക. കണ്ണാടി കണ്ടോണ്ടിരുന്നപ്പോൾ ആ രൂപം കണ്ടു, കണ്ണാടി എന്ന് മാറിയപ്പോൾ ആ രൂപം മറന്നു പോകുന്നു. ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിൻ്റെ ആ പ്രകാശനമൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് കണ്ട് കേട്ടൊക്കെ ഇരിക്കുക. അതുകൊണ്ട് കൈയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ആ അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹോള് വിട്ടു പോകുമ്പോൾ കണ്ണാടി നോക്കി മനുഷ്യരെ പോലാകുക, എല്ലാം മറന്നു. വീട്ടിൽ ചെന്നിട്ട് എന്താ പ്രസംഗിച്ചത് ഒന്നും ഓർക്കുന്നില്ല. നല്ലതായിരുന്നു, എന്താ ഒന്നും ഓർക്കുന്നില്ല. ആരെങ്കിലും ചോദിക്കുക എന്തായിരുന്നു ഇന്നത്തെ പ്രസംഗം, വരാത്തവർ വിളിച്ച് ചോദിക്കുക പ്രസംഗം എന്തായിരുന്നു? നല്ല പ്രസംഗമായിരുന്നു, എന്തായിരുന്നു? സോറി, വിഷയം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓർക്കുന്നില്ല. അപ്പൊ കണ്ണാടി മുഖം നോക്കി പിന്നെ മറന്നു പോകുന്നവരെ പോരാകുക. ആരാ?
പ്രാവർത്തികമാക്കാത്തവൻ. എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ജീവിതത്തിൽ ഞാനിത് പ്രായോഗികമാക്കും. എന്നോടുള്ള ദൈവത്തിന് ദൂത, എന്നോട് ദൈവം സംസാരിക്കുക, എന്നോട് ദൈവം ഇടപെടുക, എൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കുക, ഞാനത് കറക്റ്റ് ചെയ്യും എന്നുള്ള ഉറച്ചൊരു തീരുമാനം ഇവിടെ നിന്ന് എടുക്കുന്ന ആളുകൾക്ക് അത് പ്രയോജനമായി തീർന്നു. പ്രൈസാലോ. ഇന്നലെ ഒരാളിൻ്റെ ഇടയ്ക്ക് വന്നു, പ്രാർത്ഥിക്കണം, വചനം കേൾക്കുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് ഓർക്കുന്നില്ലെന്ന്. വീട്ടിൽ പോയി കഴിയുമ്പോൾ ഓർക്കുന്നില്ല. മോൻ വിളിച്ച് ചോദിക്കുക, എന്തായിരുന്നു ഇന്ന് ചർച്ചിലെ മെസ്സേജ്? എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ആളിലെ മറ്റേ പോരായ്മയല്ല, ഇവിടെ ഇരിക്കും മിക്കവാറും പേരുടെ കുഴപ്പമാണ്, മിക്കവാറും പേർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കുമ്പോൾ കർത്താവേ എന്നോട് സംസാരിക്കണമേ, അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടെ നമ്മുടെ ദൈവസരി ഇരിക്കുമെങ്കിൽ വചനം നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. വചനം നമ്മുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. വചനം നമ്മുടെ ഹൃദയത്തോട് വാദിച്ചുകൊണ്ടിരിക്കും. വചനത്താൽ ഒരു മാനവസ്വാതന്ത്ര്യം നമുക്കുണ്ടാകും. വചനത്തെ പ്രായോഗികമാക്കുവാനുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രയോജനമുള്ള അടുത്ത വാചകം, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ ഇടയ്ക്ക് ഒരു വാക്യമുണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ. സ്വാതന്ത്ര്യത്തിന്റെ ഈ ന്യായപ്രമാണത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അത് നിലനിൽക്കും. കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി, അത് പ്രവൃത്തിയിൽ കാണിക്കുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അങ്ങനെയുള്ള ഭാഗ്യവാനായി അവൻ മാറും. എത്ര പേർക്ക് മനസ്സിലായി? ആ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉറ്റുനോക്കി ശ്രദ്ധയോടുകൂടെ എന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത് അതെനിക്ക് എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണം, എൻ്റെ ജീവിതത്തിന് മാറ്റം വരണം, എൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരണം, അതിനെ പണിതെടുക്കണം, അതിനെ രൂപപ്പെടുത്തിയെടുക്കണം, അതിനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റണം. താല്പര്യത്തോടും ആഗ്രഹത്തോടും പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ ആ സ്വാതന്ത്ര്യം നൽകുന്ന ന്യായപ്രമാണത്തെ ഉറ്റു നോക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ ഇരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകത്തില്ല. അത് നമ്മെ പണിതുകൊണ്ടിരിക്കാനിടയാകും, രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കാനിടയാകും. എത്ര മക്കളെ, ദൈവവചനം കേൾക്കാൻ വലിയ താല്പര്യം വേണം. ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കണം. അവിടെ ദൈവവചനമാ നമ്മെ നിലനിർത്തുന്നത്, ദൈവവചനമാ നമ്മെ ആത്മീയത്തിൽ വളർത്തുന്നത്, ദൈവവചനമാ നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് എല്ലാ വിധത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് കാരണം. നമ്മുടെ ആത്മീയ മന്നായ ആത്മീയ ഭോജനമാണ്, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ആഹാരമാണ്. അത് ആഴ്ചയിൽ ഒരിക്കൽ മിക്കവാറും പേര് വരുന്നത് ആ വചനം കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാനുള്ള വലിയ ദാഹത്തോടെ, കർത്താവേ സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ, അടിയനിതാ, അടിയൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലി ഇരിക്കുമെങ്കിൽ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യം ഓർപ്പിക്കുക. ഇത് പറയുമ്പോൾ ഒരു മറുവശം കൂടെ ഞാൻ ഓർപ്പിക്കുക. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ബുക്ക് ഞാൻ വായിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒരാളിതുപോലെ പറഞ്ഞു, പാസ്റ്ററെ പ്രസംഗിക്കുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല, അന്നേരം കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, ഒന്നും അങ്ങോട്ട് ഓർക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വന്നിരുന്ന് ഞാൻ പ്രസംഗം കേട്ടിട്ട് എന്താ പ്രയോജനം? എനിക്കെന്താ പ്രയോജനം? കേൾക്കുമ്പോൾ സന്തോഷമാണ്, അത് ഉൾക്കൊള്ളാൻ ഉള്ള താല്പര്യമൊക്കെ ഉണ്ട്, എന്നാൽ പിന്നെ അങ്ങെല്ലാം മറന്നു പോകുക. അദ്ദേഹം പറഞ്ഞു, ശരി, അതുകൊണ്ട് ഇനി ചർച്ച വരാതിരിക്കരുത്, ഇനിയും വന്ന് പ്രസംഗം കേൾക്കണം. ഒന്നും ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ ഇനിയും വന്ന് പ്രസംഗം കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, ഓർമ്മ നിൽക്കുന്നില്ല, എന്തിനാ പ്രസംഗം കേൾക്കുന്നത്? അതിൻ്റെ മറുപടി ഞാൻ പറയാം. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ജനുവരി 1-ാം തീയതി കഴിച്ച ഭക്ഷണം ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് കഴിച്ചത്? ഡിസംബർ
30 കഴിച്ച ഓർമ്മയുണ്ടോ? രാവിലെ കഴിച്ച എന്തൊക്കെയായിരുന്നു അന്ന്? ഉച്ചയ്ക്ക് എന്താ കഴിച്ച്, വൈകിട്ട് എന്താ കഴിച്ച്, 1 വർഷത്തിന് മുമ്പ് കഴിച്ച ആരാ ഓർത്തിരിക്കും? നിറത്തെ പോലും ഓർക്കത്തില്ല. അപ്പോൾ അതൊന്നും ഓർക്കുന്നില്ലെങ്കിലും ആ കഴിച്ച ആഹാരത്തിൻ്റെ ആരോഗ്യ നിമിത്തമാണ് നിങ്ങൾ ഇത്രയും വളർച്ച പ്രാപിച്ചത്, ഇത്രയും ആരോഗ്യമായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആഹാരം എന്തൊക്കെയായിരുന്നു ഓർമ്മയില്ലെങ്കിലും അത് നിങ്ങളുടെ ശരീരത്തിന് അത് പ്രയോജനമായി മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഇവിടെ ഇരുന്നെങ്കിലും കേൾക്കാനുള്ള ഉത്സാഹത്തോടു കൂടെ ഇരുന്നാൽ പിന്നെ ഓർക്കാൻ കഴിയാതെ പോയാലും മറുവശമാണ് അത് നിങ്ങൾക്ക് പ്രയോജനമാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ദൈവസനെ ഇരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോട് കൂടെ ഇരുന്ന് ദൈവവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യം തന്നെ ഞാൻ വേറെ വിഷയം എടുക്കാൻ ചിന്തിച്ചെങ്കിലും ഈ ഉപവാസപ്രാർത്ഥന സമാപനത്തിൽ ആത്മീയതയുള്ള കുടുംബങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും ഓർപ്പിക്കുവാനും ഞാൻ താല്പര്യപ്പെടും. നമ്മൾ ഉപവാസപ്രാർത്ഥന നടന്നാലും സഭായോഗം നടന്നാലും കൺവെൻഷൻ നടന്നാലും ഇടദിവസ യോഗം നടന്നാലും വേദോത്സവം വായിച്ചാലും ധ്യാനിച്ചാലും TV കൂടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാലും എല്ലാറ്റിൽ കൂടെ നടക്കേണ്ട ഒരു കാര്യം ആത്മീയരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. ആത്മീയരായി മാറുക. ആത്മീയതയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ആത്മീയതയുള്ള കുഞ്ഞുങ്ങൾ വെളിയിൽ വരുന്നത്. സ്പിരിച്വൽ ഫാമിലി ആയിരിക്കണം. സഭയിൽ 200 ഫാമിലി ആളുകൾ വരുന്നുണ്ടെങ്കിൽ 200 ഫാമിലികളും സ്പിരിച്വൽ ഫാമിലീസ് ആയിരിക്കണം. നല്ല ആത്മീയതയുള്ള ഫാമിലികളായിരിക്കണം. നല്ല ആത്മീയ നിലവാരമുള്ള ഫാമിലികളായിരിക്കണം. ദൈവമായി നല്ലൊരു ബന്ധമുള്ള ഫാമിലികൾ, ആത്മീയ നല്ല സ്പിരിച്വാലിറ്റി ഉള്ള ഫാമിലി. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിട്ട് പോകാതിരിക്കണമെങ്കിൽ, അവർ വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ, അവർ ആത്മീയരായി നിൽക്കണമെങ്കിൽ, അവർ ദൈവഭക്തരായി നിൽക്കണമെങ്കിൽ അതിൻ്റെ തുടക്കം നമ്മുടെ കുടുംബത്തിലാണ്. നമ്മുടെ കുടുംബത്തിൽ നല്ല ആത്മീയത ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ അഭ്യസനത്തിൽ അവർ വളർന്നു വരുന്നത്. ഭാരം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വ്യർത്ഥനായാലും അവനത് വിട്ടുമാറത്തില്ല. നമ്മുടെ കുടുംബം നല്ല ആത്മീയതയുള്ള കുടുംബമാണെങ്കിൽ അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ ആത്മീയതയിൽ വളർന്നു വരിക. ആരുന്ന കുഞ്ഞുങ്ങൾ കൂട്ടുകെട്ടിൽ അകപ്പെട്ട് അല്പസമയം ചിലപ്പോൾ അവര് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പോകുന്നു എന്ന് നമുക്ക് തോന്നിയാലും അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ദൈവവചനത്തിന് വിത്ത് ചെറിയ പ്രായം മുതൽ വീണിട്ടുള്ളത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരുമെന്നുള്ള വലിയ പ്രതീക്ഷയ്ക്ക് സ്ഥാനമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ ആത്മീയതയുള്ള കുടുംബങ്ങളാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ആത്മീയതയുള്ള ആ കുടുംബത്തിന് നല്ലൊരു എക്സാമ്പിളായി ബൈബിളിൽ കാണാൻ കഴിയുന്നത് അബ്രഹാമിൻ്റെ കുടുംബമാണ്. ഞാനത് ചില സമയങ്ങളിൽ സഭയിലെ ചുരുക്കം പേര് മാത്രം പങ്കെടുക്കുന്ന വിവാഹ നിശ്ചയത്തിലൊക്കെയാണ് അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ ഒരു സഹോദരി പറഞ്ഞു, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഈ കാര്യം ഒന്നുകൂടെ സഭയെ പറയണം എന്ന് പറഞ്ഞു. കാരണം ആത്മീയത ഉള്ള കുടുംബങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം അബ്രഹാമിൻ്റെ കുടുംബം. 4000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കുടുംബം. ഇത്രയും പാരമ്പര്യമുള്ള ഏതെങ്കിലും കുടുംബം ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. ഇന്ന് കുടുംബയോഗം നടത്തുന്നവരൊക്കെ തോമാശ്രീയ വന്ന കാലം വരെ കുടുംബചരിത്രം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയില്ലെങ്കിൽ വെറുതെയൊക്കെ കെട്ടുകഥയൊക്കെ ഉണ്ടാക്കി വെച്ച് അന്ന് തോമാശ്രീയ വന്നപ്പോൾ ക്രിസ്ത്യാനികളായ കൂട്ടത്തിലാണ് ഞങ്ങളുടെ വല്യപ്പച്ചന്മാർ എന്നൊക്കെ പറഞ്ഞു വലിയ വീം പൊട്ടിച്ചുകൊണ്ടൊക്കെ കുടുംബചരിത്രമൊക്കെ എഴുതും. അവർക്ക് 2000 വർഷത്തെ പാരമ്പര്യമാണ്. എന്നാൽ അബ്രഹാമിൻ്റെ കുടുംബചരിത്രം 4000 വർഷത്തെ പാരമ്പര്യമുള്ള കുടുംബചരിത്രം.
ഒരു വേദവാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12:1 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12:1 വാക്യം. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത്ര അനുഗ്രഹമുള്ള ഒരു ഫാമിലി ലോകത്തിൽ ഏതുണ്ട്? ഇത്ര അനുഗ്രഹം കിട്ടിയ ഒരു ഫാമിലി വേറെ ഏതുണ്ട്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സ്പിരിച്വൽ ഫാമിലിക്ക് എക്സാമ്പിൾ അബ്രഹാമിൻ്റെ ഫാമിലി. നോക്കിക്കേ, അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്ര വലുതായിരുന്നു. അവരെ വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞു, അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, അവർ പേര് വലുതാക്കുമെന്ന് പറഞ്ഞു, അവനെ ഒരു അനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞു, അവനെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, ശപിക്കുന്നവരെ ശപിക്കുമെന്ന് പറഞ്ഞു. ഭൂമിയിലെ സകല വംശങ്ങളും അവനെ കൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇത്രമാത്രം അനുഗ്രഹമുള്ള ഒരു ഫാമിലിയായി അബ്രഹാമിൻ്റെ ഫാമിലി തീർന്നതിൻ്റെ കാരണം എന്താണ്? അവിടെ നാം കാണുന്നു, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെ വിട്ട് നീ പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ഇത് ഹാരാനിൽ വെച്ചാൽ ദൈവം ഇത് പറഞ്ഞു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ കൽദയപട്ടണമായി ഊരി താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് തേജോമനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞ വാക്കുകൾ അവിടെ കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, നീ നിന്റെ ദേശത്തെ വിട്ട് നിന്റെ പിതൃഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. എന്നാൽ അവിടുന്ന് യാത്ര ഉറപ്പെട്ട് ഹാരാനിലെത്തി. ദീർഘദൂരം സഞ്ചരിച്ച കനാനിൻ്റെ ഒരു ഭാഗത്തെത്തിക്കഴിഞ്ഞു. ഹാരാൻ വരെ എത്തി. ഏകദേശം കനാനോട് അടുത്തു. ഏകദേശം ഒരു പകുതി ദൂരം എത്തിയെന്ന ആളുകളുടെ അഭിപ്രായം. കനാനുമായിട്ടൊരു പകുതി ദൂരമായി. ഏകദേശം 1000 മൈലെന്നാണ് പറയുന്നത്. കൽദയപട്ടണമായ ഇറാഖിൽ നിന്ന് ഈ പലസ്തീൻ വരെ 1000 മൈല്. അതിന് ഏകദേശം 500 മൈല് എത്തിക്കഴിഞ്ഞു. ഹാരാനിലെത്തിയപ്പോൾ അവിടെ വെച്ചാ ദൈവം പറയുന്നത്, അവിടെ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്തു, നിന്റെ ദേശത്തെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് പിതൃഭവനത്തെ വിട്ട് പുറപ്പെടുക. ഒരു പദം കൂടെ കൂട്ടിച്ചേർത്തു. ആദ്യം എന്താ പറഞ്ഞ്, ദേശത്തെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് ഞാൻ ദേശത്തേക്ക് പോവുക. പകുതി ദൂരം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങ് താമസമാക്കി. കാരണം പിതാവ് വളരെ പ്രായം ചെന്ന് വൃദ്ധനായിരുന്നു. തനിക്ക് മുമ്പോട്ട് നടക്കാൻ വയ്യ. താൻ പറഞ്ഞ്, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിതനാ, ഇവിടെ ഞാൻ താമസിക്കാൻ പോകുക. അതുകൊണ്ട് പിതാവിനെ ഓർത്ത് യാത്ര നിർത്തി ഹാരാനിൽ താമസമാക്കി. എന്നാൽ അബ്രഹാമിനെ വിളിച്ചത് ഹാരാനിൽ പോകാനായിരുന്നില്ല, പാലും തേരോടുന്ന ദേശത്തേക്ക് പോകാൻ വേണ്ടിയായിരുന്നത് കൊണ്ട് വീണ്ടും ആ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിന്റെ ദേശത്തെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് പിതൃഭവനത്തെ പിതാവിൻ്റെ ഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഈ 2 സമയങ്ങളിലും അനുസരിച്ചിറങ്ങി എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹം. ദൈവത്തെ അനുസരിച്ച അബ്രഹാം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച അബ്രഹാം, ചോദ്യം ചെയ്യാതെ അനുസരിച്ച അബ്രഹാം തൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിന്നില്ല. ഈ ദേശം കാണിപ്പാനിരിക്കുന്ന ദേശം ഏതാ, അതിൻ്റെ പേരെന്തോ എന്ന് ചോദിച്ചില്ല, എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചില്ല, ആ ദേശത്തെ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ
തയ്യാറായ അബ്രഹാമിനെ നല്ലൊരു ആത്മീയ കുടുംബത്തിൻ്റെ ഉടമയാക്കി ദൈവം അവരെ മാറ്റിയെന്ന് മാത്രമല്ല, ലോകം കണ്ടതിലേക്കോ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാക്കി അവൻ്റെ ഫാമിലിയെ ദൈവം തീർക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അബ്രഹാം താമസിച്ചുകൊണ്ടിരുന്ന കൽദയപട്ടണമായ ഊര് സുമേറിയ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായി. സുമേറിയ സംസ്കാരം എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തുനിന്ന് പുറപ്പെട്ട ഒരു സംസ്കാരം. ആ സംസ്കാരത്തിന് അക്കാലത്ത് വളരെ പ്രത്യേകതകളുണ്ടായിരുന്നു. നല്ല ലിപിയുള്ള ഭാഷകളുണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകത ട്രെയിനേജുള്ള റോഡുകളുണ്ടായിരുന്നു. വേറെ പ്രത്യേകത ഇഷ്ടിക കൊണ്ടുള്ള ബഹുനില കെട്ടിടങ്ങൾ അക്കാലത്ത് അവർ പണിതിരുന്നു. എപ്പോഴാണെന്ന് ഓർത്തോണ്ട് 4000 വർഷത്തിന് മുമ്പുള്ള ചരിത്രമാണ്. സുമേറിയ സംസ്കാരത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിലിരുന്ന ഒരു സ്ഥലത്തു നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. എന്നാൽ ആ സംസ്കാരത്തിന് ദോഷമുണ്ടായിരുന്നു. ബഹുദൈവ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം ചെയ്ത ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ചരിത്രം കേൾക്കുന്നത് ബിംബങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലി. കാരണം ബഹുദൈവ വിശ്വാസികൾ ആ രാജ്യത്തുള്ളത്. ബിംബങ്ങൾ ഉണ്ടാക്കി വിറ്റാൽ അത് വലിയൊരു ബിസിനസ്സാണ്. അതിൻ്റെ നടുവിലാ ബിംബങ്ങളിരിക്കുന്ന ഷോറൂമിലാ ഒരു ദിവസം തേജസ് കണ്ടത്. ആ തേജസ് എന്നൊരു ശബ്ദം കേട്ടത്, തൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ തനിക്ക് മനസ്സിലായി താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജീവനില്ലാത്ത ദൈവങ്ങളെപ്പോലൊരു ദൈവമല്ല, തേജസ്സുള്ളൊരു ദൈവം പ്രപഞ്ചത്തിലുണ്ട്. എൻ്റെ പേരറിയാവുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ പേര് വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, സംസാരിക്കുന്ന ദൈവമുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവങ്ങൾ സംസാരിക്കുന്ന ദൈവങ്ങളല്ല, എന്നാൽ എൻ്റെ ഷോറൂമിൽ സംസാരിക്കുന്ന ഒരു ദൈവം വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കാൻ ഒരു മടിയില്ലാതെ. സുമേറിയ സംസ്കാരം ഭൗതികത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമായ മെറ്റീരിയലിസം. അവർക്ക് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, ലോകത്തിന് എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടണം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, ഈ ഒരു ചിന്തയേ ഉള്ളൂ. ബഹുദൈവ വിശ്വാസം മെറ്റീരിയലിസത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം. എന്നാൽ അവിടെ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുപോയത് എവിടേക്കാ? പാരന്തേര് ഒഴുകുന്ന ദേശത്തേക്ക്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഒരു ആത്മീയ സംസ്കാരത്തിലേക്ക്, ഒരു ബിബ്ലിക്കൽ സംസ്കാരത്തിലേക്ക്, ഒരു ആത്മീയതയിലേക്ക് അബ്രഹാമിനെ ദൈവം വിളിച്ചു കൊണ്ടുപോയി. ആ സംസ്കാരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള സംസ്കാരമായിരുന്നു. ഏകസത്യ ദൈവം, വെളിപ്പെടുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, പേരറിയുന്ന ദൈവം, പോകാൻ സംസാരിക്കുന്ന ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം, ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവം. അങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടിൻ്റെ സംസ്കാരമായിരുന്നു അബ്രഹാമിന് ദൈവം കൊടുത്തത്. അന്നത്തെ അവരുടെ പൂർവ്വ സംസ്കാരം ഭൗതികത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സംസ്കാരം. എന്നാൽ അവരെ ദൈവം കൊണ്ടുവന്ന സംസ്കാരം ലോകത്തിലുള്ള എന്തെങ്കിലും നേടുക എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല. അവരൊരൊറ്റ ലക്ഷ്യമുള്ളായിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പുതിയ യെരൂശലേം, ഒരു നഗരം സ്വർഗത്തിലുണ്ട്. അവിടെ ചെന്നെത്തണം. ആ ഒരു ലക്ഷ്യം മാത്രമുള്ള ഒരു സംസ്കാരം. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരാത്മീയ സംസ്കാരത്തിലേക്കാണ്. ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബിബ്ലിക്കൽ സംസ്കാരത്തിലേക്കാണ്. ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് തികഞ്ഞൊരു ആത്മീയതയുടെ കാഴ്ചപ്പാടിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത ഏകസത്യതയെ ഒന്നേ ഉള്ളൂ. അത് നാം പ്രസംഗിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം. ആ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത്, മനുഷ്യരെ അടക്കി വാഴുന്നത്, മനുഷ്യരെ ഈ പ്രപഞ്ചത്തെ അടക്കി വാഴുന്നത് ആ ദൈവമാണ്. ആ ഒരറിവ്, ആ ഒരു വിശ്വാസത്തിൻ്റെ സംസ്കാരം. അതുപോലെ
ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ലോകം താൽക്കാലികമാണ്. ലോകത്തിന് മോഹവും ഒഴിഞ്ഞു പോകും. ദൈവം ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കുമിരിക്കും. ഈ ലോകത്തിന് പിന്നാലെ ഓടി മണ്ണ് പ്രതി മാടിക്കം വിട്ടുകളയരുത്. ലോകത്തിന് പിന്നാലെ ഓടി സ്വർഗം നഷ്ടപ്പെടുത്തരുത്. ഈ ലോകത്തെ ആസ്വദിക്കുവാൻ വേണ്ടി, ഈ ലോകത്തെ നേടുവാൻ വേണ്ടി, ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി, ഇവിടുത്തെ കോടീശ്വരനാകാൻ വേണ്ടി ഈ ലോകത്തിന് പിന്നാലെ ഓടി സ്വർഗം നഷ്ടപ്പെടുത്തരുത്. കാരണം ഈ സംസ്കാരം ഏറ്റവും വലിയ ഉപദേശം, ഇവിടെ കാണുന്ന എല്ലാം മായ, കാണുന്നതെല്ലാം മായ, കാണാത്ത നിത്യം. കാണാത്തതൊന്നുണ്ട്, അതാണ് നിത്യം. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നത് ഓർത്ത് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയോ? ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യതയിലെ അനുഗ്രഹം എത്ര വലുതാണിത് കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറന്ന ആ കൃപയെ ഓർത്തുകൊണ്ട് അല്പസമയം നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേകർക്ക് ഇത് കാണാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ, അനേകരുടെ കണ്ണ് കുരുടായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണുകളെ ആത്മാവിനെ തുറന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നല്ല സംസ്കാരത്തിലേക്ക് അബ്രഹാമിനെ കൊണ്ടുപോയി, നമ്മളെ കൊണ്ടുപോയി. ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങളെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അബ്രഹാം എവിടെ താമസിച്ചാലും കൂടാരത്തിനടുത്ത് ഒരു യാഗപീഠം കൂടെ പണി. എങ്ങനെയാ യാഗപീഠം പണിയുന്നത്? രാവിലെ തനിക്ക് യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം, വൈകിട്ട് തനിക്ക് യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അബ്രഹാമിൻ്റെ ഭവനത്തോട് ചേർന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം. രാവിലെ അത് കത്താൻ തുടങ്ങിയാൽ അത് വൈകുന്നേരം വരെ അതിനകത്ത് തീ അടയാതെ കത്തിക്കൊണ്ടിരിക്കുക. വൈകിട്ട് അതിൽ യാഗം അർപ്പിക്കുമ്പോൾ വീണ്ടും അത് കത്താൻ തുടങ്ങും. രാത്രി മുഴുവനോ അത് കത്തിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂറോ അബ്രഹാമിന്റെ വീട്ടിൽ കത്തുന്ന ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് കുടുംബമാ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം? ആത്മീയതയുള്ള കുടുംബം ഏതാണെന്ന് ഞാൻ പറയാം. രാവിലെ വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബമാണ് ആത്മീയതയുള്ള കുടുംബം. രാവിലെ വൈകിട്ടും കുടുംബ ആരാധനയുള്ള കുടുംബമാണ് ആത്മീയതയുള്ള കുടുംബം. ഞാൻ കൈപൊക്കിക്കുന്നില്ല. അവരവരെ ചിന്തിച്ചാൽ മതി. രാവിലെ കുടുംബ പ്രാർത്ഥന വീട്ടിലുണ്ടോ? വൈകിട്ട് കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഞാൻ സാറിന് പറയുമല്ലോ, 48 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ രാവിലെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയുണ്ട്. കല്യാണം കഴിച്ചിട്ട് 48 വർഷമായി. ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടുന്നാ. മാതാപിതാക്കൾ അവർ ആരായിരുന്നപ്പോഴാണ്? ബന്ധിക്കോസുകാരായിരുന്നപ്പോഴല്ല, മർത്തോമക്കാരായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും നിർബന്ധമായും കുടുംബ പ്രാർത്ഥന. പങ്കെടുത്താൽ നല്ല അടി കിട്ടുമായിരുന്നു. അവിടെ നിന്ന് ഉറങ്ങിയാൽ നല്ല അടി കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു അഭ്യസനം കിട്ടിയത് ഞങ്ങൾ ഏറ്റെടുത്തു. അത് ഞങ്ങൾക്ക് ഗുണമായി, ഞങ്ങളുടെ തലമുറകൾക്ക് ഗുണമായി. ഞങ്ങളുടെ തലമുറകൾ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അവരായിരിക്കുന്നതിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, അവർ ജനിക്കുന്നതിന് മുമ്പ് മുതലേ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ദൈവം തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പകർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുടുംബം ആത്മീയമുള്ളൊരു കുടുംബം ആകണമെങ്കിൽ അതിനുള്ള മാർഗം പറഞ്ഞു തരാം. അബ്രഹാമിൻ്റെ വീടിനോട് ചേർന്ന് രാവിലെ വൈകിട്ടോ ഒരു യാഗപീഠത്തിൽ നിന്ന്
ധൂപം ഉയർന്നുകൊണ്ടിരുന്നു, യാഗം ഉയർന്നുകൊണ്ടിരുന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് രാവിലെ വൈകിട്ടും പ്രാർത്ഥനയും ആരാധനയും ഉയർന്നുകൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബം നല്ലൊരു ആത്മീയമുള്ള കുടുംബമാകും. നിങ്ങളുടെ തലമുറകൾ ആത്മീയരായി മാറും. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് വളരെ തിരക്കാ, ആളുകൾ വളരെ തിരക്കാ, വളരെ ബിസിയാ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന കഷ്ടപ്പാടുകളാ, അധ്വാനങ്ങളാ. വൈകിട്ട് വരുമ്പോൾ കുളിച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് കിടക്കണം, അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിൽ ഇരിക്കണം. മാറ്റിവെക്കുന്ന പ്രാർത്ഥന. ദൈവത്തിൻ്റെ മക്കളെ, കുടുംബ പ്രാർത്ഥന മാറ്റി വെക്കരുത്. പിശാച് ഏറ്റവും പേടിക്കുന്ന ആരെയാണെന്ന് അറിയാമോ? കുടുംബ പ്രാർത്ഥനയുള്ള വീടുകളെയാ പിശാചിന് പേടി. രാവിലെ വൈകിട്ട് പ്രാർത്ഥനയുള്ള വീടുകളെയാ പിശാചിന് പേടി. പാസ്റ്റർ PM ഫിലിപ്പും അവരുകളും 2 ചെറുപ്പക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഈ ഒരൊറ്റ വാക്ക് നിമിത്തമാണ്. അവർ ചോദിച്ചു, കുടുംബ പ്രാർത്ഥന രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയുള്ള വീട് ഏതുണ്ടെന്ന് തിരക്കി വരിക. അങ്ങനെ ആ നാട്ടുകാർ ഞങ്ങളുടെ വീട് പറഞ്ഞു കൊടുത്തു. അത് നിമിത്തമാണ് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ആ ശ്രേഷ്ഠദാസനും 2 ദൈവദാസന്മാർ വീട്ടിൽ വന്ന് ഒരാഴ്ച താമസിച്ചതും അവർ യോഗങ്ങൾ നടത്തിയതും അവരെ ശുശ്രൂഷിക്കാൻ മാതാപിതാക്കൾക്ക് ഭാഗ്യം ലഭിച്ചതും. കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിന്റെ വീട് ഒരു ആത്മീയ കുടുംബമായി മാറും. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷമുണ്ട്. യഹോവയുടെ വലകൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലകൈ വീര്യം പ്രവർത്തിക്കുന്നു. കുടുംബ പ്രാർത്ഥനയുള്ള വീടുകളിൽ ദൈവത്തിന്റെ കരം ഉയർന്നു നിൽക്കുക, വീര്യം പ്രവർത്തിക്കാൻ വേണ്ടി ഉയർന്നു നിൽക്കുക, ആ വീട്ടുകാരെ സഹായിക്കാൻ ഉയർന്നു നിൽക്കുക, അവർക്കെതിരായി നിൽക്കുന്ന പോരാട്ടങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഉയർന്നു നിൽക്കുക. ആത്മീയതയുള്ള കുടുംബം ഏതാ? കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബം. കുടുംബ പ്രാർത്ഥന മാത്രം ഒരു വ്യക്തിപരമായ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം. ദാവീദ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച കരയുന്ന ആളായിരുന്നു. അതുപോലെ ദാനിയേല് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും യെരൂശലേമിന് നേരെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഞാൻ സൗദി അറേബ്യ വെച്ചെന്ന 1 മാസം നമ്മുടെ ഫിലിപ്പ് കോശിയുടെ വീട്ടിൽ താമസിച്ചത് ഇല്ലാത്തോട് പറയും. എന്നാൽ ആ വീട്ടിൽ കണ്ട ഒരു പ്രത്യേകത, രാവിലെ കുടുംബ പ്രാർത്ഥന, വൈകുന്നേരം കുടുംബ പ്രാർത്ഥന, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം വരും. വന്നെന്ന് ഞാൻ ഇരിക്കുന്ന മുറിയിൽ അറിയുന്നത് തന്നെ മുറിയിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. കുറേ നേരം ഇരുന്ന് ഉച്ചത്തിൽ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ദൈവത്തിൻ്റെ മക്കളെ, എത്ര മാതൃകാപരമായ ഒരു കുടുംബമാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കണമെന്നുള്ള വചനം ഏറ്റെടുത്തിരിക്കും. ദൈവദാസന്മാർ ചെയ്ത് മാതൃക ഏറ്റെടുത്ത ഒരു കുടുംബം. അതിൻ്റെതായ അനുഗ്രഹം തനിക്കുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കണം, പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ സഹായവുമാണല്ലോ ഈ വിഷയം. ഇന്നൊന്ന് പറഞ്ഞാലേ ഒരുമിച്ച് നിങ്ങൾക്കത് പ്രയോജനമാകുകയുള്ളൂ. രണ്ടാമതായി അബ്രഹാമിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ കേട്ടവർ ഓർക്കുന്നുണ്ട്. നല്ലൊരു സമാധാനകാംക്ഷിയായിരുന്നു അബ്രഹാം. ഒരാത്മീയൻ്റെ ലക്ഷണമാണ് സമാധാനകാംക്ഷിയായിരിക്കുക. സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന്, അവർ ദൈവത്തിന് പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടായി. ആ സമയത്ത് അബ്രഹാം എന്ന് പറയുകയാണ്, ലോത്തെ നമ്മൾ സഹോദരന്മാരാ, ഞാനും നീ തമ്മിൽ ഒരു കലഹം ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിൽ ഒരു കലഹം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ജാതികളുടെ ഇടയിലാണ് താമസിക്കും. അതുകൊണ്ട് നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം, നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം. നമ്മൾ ഒരുമിച്ച് താമസിച്ച് ഇനി ഒരു കലഹം വേണ്ട, ദേശം വിസ്തൃതമാണല്ലോ, നമുക്ക് സമാധാനമായി ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലോത്ത് എന്ത് ചെയ്തു? യോർദാന്റെ തീരപ്രദേശങ്ങൾ ഫലപുഷ്ടിയുള്ളത് കണ്ടുകൊണ്ട് അത് തിരഞ്ഞെടുത്ത് കൂടാരം മാറ്റി മാറ്റി അടിച്ച് ഒരു സോദോമിൽ എത്തിച്ചേർന്നു.
എന്നാൽ അബ്രഹാം അവിടെ തന്നെ നിൽക്കുക. പലസ്തീൻ നാടിൻ്റെ ഏറ്റവും ഫലഭൂഷ്ടമായ സ്ഥലമാണ് ലോത്ത് തിരഞ്ഞെടുത്ത് പോയത്. യോർദാൻ്റെ പ്രദേശങ്ങളാണ് ഫലഭൂഷ്ടിയുള്ള സ്ഥലം. പലസ്തീൻ നാട് പല സ്ഥലങ്ങളും മുട്ടക്കുന്നുകളാണ്. 2 പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഇനിയും പോകാൻ ചിലർക്ക് താല്പര്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. കുറേ ആളുകളുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉത്സാഹിക്കുക. മുട്ടക്കുന്നുകളാണ്. എന്നാൽ യോർദാൻ്റെ തീരപ്രദേശങ്ങൾ വലിയ ഫലഭൂഷ്ടമായ വലിയ ഒരു കാർഷിക മേഖലകളാണ്. അവിടെയാണ് തോട്ടങ്ങൾ, അവിടെയാണ് ഫലത്തിൻ്റെ സമൃദ്ധികൾ. നല്ലത് തിരഞ്ഞെടുത്ത് പോയി. എങ്കിലും അബ്രഹാമിന് നിരാശയൊന്നും തോന്നിയില്ല. കാരണം അബ്രഹാം അല്ല പറഞ്ഞത്, വലത്തോട്ടാണെങ്കിൽ ഞാൻ അടുത്തോട്ട് പോവാം, നീ ഇടത്തോട്ടാണെങ്കിൽ വലത്തോട്ട് പോകാം. എങ്കിലും ദൈവം ചെന്ന് പറഞ്ഞു. കാരണം മരീഷനല്ലേ അബ്രഹാം, വിഷമമൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും പ്രയാസം അബ്രഹാമിന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാറ്റാൻ ദൈവം പറഞ്ഞ് കേൾക്കണമോ? അബ്രഹാമെ എന്ന് തലപൊക്കി നോക്കുക, നീ വടക്കോട്ട് നോക്ക്, നീ തെക്കോട്ട് നോക്ക്, നീ കിഴക്കോട്ട് നോക്ക്, നീ പടിഞ്ഞാറോട്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ ദിക്കിൽ തിരഞ്ഞെടുത്ത് പോയ സ്ഥലം അവിടെ എല്ലാം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇതെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. ഇപ്പോൾ അവരത് തിരഞ്ഞെടുത്ത് പോയതിൽ നീ ഒട്ടും വിഷമിക്കേണ്ട, ഇതെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തന്നിരിക്കുന്നതാ എന്ന് പറഞ്ഞ് ദൈവം ധൈര്യപ്പെടുത്തി. അപ്പോൾ സമാധാനമുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, പ്രശ്നം എനിക്ക് ഇഷ്ടമല്ല. ചില ആളുകൾ വഴക്കുണ്ടാക്കുന്ന ആളുകൾ, കലഹമുണ്ടാക്കുന്ന ആളുകൾ, അവർക്ക് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഒരു സംതൃപ്തിയില്ല. കുവൈറ്റിലായിരുന്നപ്പോൾ ഒരു വഴക്കാട് സഹോദരൻ ഒരിക്കൽ പറഞ്ഞ, പാസ്റ്റേ സഭയാണെങ്കിൽ ഇച്ചിരി വഴക്കൊക്കെ ഇല്ലെങ്കിൽ എന്തോ സന്തോഷം, എന്താ ഒരു സന്തോഷം. സഭയൊക്കെ ആണെങ്കിൽ ഒരു വഴക്കൊക്കെ വേണ്ടേ. അപ്പോൾ ഈ പുള്ളിക്ക് വഴക്കുണ്ടായ ഒരു സംതൃപ്തിയുണ്ട്. ഇങ്ങനെ ചില ആളുകൾ വഴക്കുണ്ടാക്കുക, അവിടെ ലക്ഷ്യം കലഹമുണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് ഭിന്നിപ്പിക്കുക. എന്നാൽ അബ്രഹാമിൻ്റെ കുടുംബം ഒരു ആത്മീയ കുടുംബമായിരുന്നു, സമാധാനകാംക്ഷിയായ അബ്രഹാം. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സമാധാനങ്ങളായി ദൈവത്തിൻ്റെ മക്കൾ മുമ്പോട്ട് പോയാൽ ഒരു കാര്യം നിശ്ചയമാ, നമ്മുടെ കുടുംബങ്ങൾ ആത്മീയ കുടുംബങ്ങളാണ്. അയലോക്കെ താമസിക്കുന്ന അസൂയക്കാരൻ വഴക്കുണ്ടാക്കിയെന്ന് വരാം, അവൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നെന്ന് വരാം. എന്നാൽ തിരിച്ച് വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. നീ ഒരു ആത്മീയനായിരിക്കാനത് എന്ന് വിളിച്ചത് അതിനെല്ലാം നടുവിൽ ന്യായമായി വിധിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്താവെ എല്ലാം അവിടുന്ന് കാണുന്നല്ലോ, എല്ലാം അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നിന്നെ സഹായിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുക. മൂന്നാമതായി അബ്രഹാമിൻ്റെ കുടുംബം ആത്മീയ കുടുംബമായിരുന്നു. ഈ സഹോദരപുത്രൻ സോദോമിൽ ചെന്നു. എന്നാൽ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവർ വന്ന് സോദോം ഗൊമോറയെ പിടിച്ചടക്കി. അവര് ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അതറിഞ്ഞപ്പോൾ അബ്രഹാം ചെയ്ത കാര്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്താ അബ്രഹാം ചെയ്തത്? എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചേച്ച് നല്ലതും വലുതുമൊക്കെ എടുത്തോണ്ട് പോയവൻ അവനങ്ങനെ സംഭവിക്കട്ടെ. എൻ്റെ കൂട്ടായ്മ വിട്ടുപോയി, അവൻ എൻ്റെ കൂടെ വന്നതാ. നല്ലതും വലുതും കണ്ടപ്പോൾ എൻ്റെ പുറകെ പോയി കൂട്ടായ്മ വിട്ട് പോയവൻ, അവനതൊക്കെ പറ്റണമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല അബ്രഹാം. വീട്ടിൽ ജനിച്ച് വളർന്ന 318 അഭ്യാസികളായ ആളുകളെ കൂട്ടിക്കൊണ്ട് തൻ്റെ സഹോദരപുത്രൻ തന്നോട് ചെയ്തെല്ലാം മറന്ന്, എല്ലാം ക്ഷമിച്ച്, എല്ലാം പൊറുത്ത് താൻ ഓടി ചെന്ന് തന്നെ ആരാണ് പിടിച്ചടക്കിയത് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സഹോദരപുത്രനെ വിടുവിച്ചു കൊണ്ടുവന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, ക്ഷമിക്കാൻ കഴിയുന്ന, പൊറുക്കാൻ കഴിയുന്ന ഒരു അബ്രഹാമിനെയാ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ആത്മീയ കുടുംബങ്ങളാകണമെങ്കിൽ ക്ഷമിക്കാൻ കഴിയുന്നവരായിരിക്കണം, പൊറുക്കാൻ കഴിയുന്നവരായിരിക്കണം, സഹിക്കാൻ കഴിയുന്നവരായിരിക്കണം.
പക വെച്ചുകൊണ്ട് വിരോധം വെച്ചുകൊണ്ട് പോരാടുന്നവരായി തീരരുത്. സഹിക്കാനും ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ മനസ്സ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീട് ഒരു ആത്മീയമുള്ള വീടാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ഒട്ടും പൊറുക്കാൻ മനസ്സില്ല, ഒട്ടും വിട്ടുകൊടുക്കത്തില്ല, ഒരു വാക്കും വിട്ടുകൊടുക്കത്തില്ല. ഇങ്ങോട്ട് എങ്ങനെ വരുന്നോ, ഇങ്ങോട്ട് ഏത് നാണയത്തിൽ പ്രയോഗിക്കുന്നോ അതേ നാണയത്തിൽ തിരിച്ച് പ്രയോഗിക്കണം. 5 വാക്ക് പറയുമ്പോൾ 10 വാക്ക് പറയണം. കാരണം സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12 പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കിട്ടണമെന്നുള്ള മാർഗമാണ് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ രാവിലെ വൈകിട്ടും കുടുംബ പ്രാർത്ഥന വേണം, കുടുംബ ആരാധന വേണം. അത് കിട്ടണമെങ്കിൽ സമാധാനമുണ്ടാക്കുന്ന, സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമുള്ളവനായിരിക്കണം. അത് കിട്ടണമെങ്കിൽ ആര് നിനക്ക് പ്രയാസം വരുത്തിയാലും അവരോട് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്കെതിരെ കേസ് കൊടുത്തവരെ ഞാൻ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുകയും യോഗത്തിന് വിളിച്ച് പ്രസംഗിപ്പിക്കുകയും ചെയ്യാറ്. ഞാൻ വൈറൽ പനി വന്ന് സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല. പനി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വാട്സപ്പ് തുറക്കാറായ സമയത്ത് നോക്കിയപ്പോൾ ആ സമയത്ത് ആളിട്ട ഒരു പോസ്റ്റ് കണ്ടു. ഇപ്പം പ്രസിഡന്റിൻ്റെ അധികാരമൊക്കെ എവിടെ പോയി, വൈറസ് വന്നപ്പോൾ എവിടെ പോയി എന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത്. ആളിനെ വിളിച്ച് വീട്ടിൽ വരുത്തി സൽക്കരിച്ച് യോഗം നടത്തി സംഭാവനയൊക്കെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിനുള്ളൊരു കൃപ, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് പ്രയാസം വരുത്തിയിട്ടുള്ളവരൊക്കെ സ്നേഹിക്കാനും അവർക്ക് ഒരു ദോഷവും ചെയ്യാതെ അവർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് കൃപയാൽ ദൈവം തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ മക്കൾ സഹിക്കാനും ക്ഷമിക്കാനും. കഴിഞ്ഞ ദിവസം ഈ പാസ്റ്ററെ കൊണ്ട് ഇതൊക്കെ നടക്കത്തു. ഞങ്ങളൊന്നും ഇങ്ങനൊന്നും ചെയ്യത്തില്ല. കാരണം എത്രയോ ദോഷം. അവരെയൊക്കെ സ്നേഹിക്കാൻ, അവരെ കാണുമ്പോൾ ചുമ്മനം കൊടുക്കാൻ, അവരെ കാണുമ്പോൾ സ്നേഹത്തോടെ ഇടപെടാൻ ഒക്കെ കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് കിട്ടിയ ദാവീദ് തലമുറയിൽ തന്നെ ആരാധനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദാവീദ് എത്ര ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്ന വിഷയം ഒരിക്കൽ എന്നെ പഠിപ്പിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ആ വിഷയത്തോട് ചേർത്ത് മാറ്റിമറിക്കാൻ തീരുമാനിച്ചു. കാരണം ദാവീദ് തനിക്ക് ദോഷം ചെയ്തവരെല്ലാം സ്നേഹിക്കുന്ന ആളായിരുന്നു. യേശുവിൻ്റെ ദിവ്യ സ്വഭാവം ദാവീദ് കണ്ടത്. ദോഷം ചെയ്തവരെ സ്നേഹിക്കുന്ന ആൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾ, അവർക്കെങ്കിലും തിന്മ വരുമ്പോൾ ദുഃഖിക്കുന്ന ആൾ. അങ്ങനെയുള്ള ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെ ഒരു ആത്മീയതയിലെത്തിയാലേ ഉൽപ്പത്തി 12 പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകത്തു. അടുത്തായിട്ട് അബ്രഹാമിനെ കാണാൻ കഴിയുന്നത് സോദോം രാജാവിന് അബ്രഹാമിൽ കൂടെ ജയം കിട്ടി. തോറ്റുപോയാൻ അവനും പരാജയപ്പെട്ടു പോയി. അവൻ്റെ രാജ്യം പിടിച്ചടക്കിക്കൊണ്ട് പോയി. ലോത്തിനെ പിടിച്ചടക്കിയപ്പോൾ സോദോം രാജാവിനെ കൂടെ കൊണ്ടുപോയത്. എന്നാൽ അബ്രഹാം വന്ന് വിടുവിച്ച ലോത്തിനെ മാത്രമല്ല, സോദോം രാജാവിന്, സോദോം ജനങ്ങളെല്ലാം വിടുവിച്ച് വന്നതുകൊണ്ട് അവൻ നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ പറയുകയാണ്, മനുഷ്യരെ ഈ പിടിച്ചുകൊണ്ട് വന്ന കൊള്ളയിൽ കിട്ടിയ മനുഷ്യരെ എനിക്ക് തന്നാൽ മതി. സമ്പത്തെല്ലാം അബ്രഹാം എടുത്തു. ആ സമയത്ത് അബ്രഹാം പറഞ്ഞ ഒരു മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോദോം രാജാവ് അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ചരടോ ഒരു ചെരുപ്പ് മാറുപോലുമോ എനിക്ക് വേണ്ട. ഞാനൊരു പ്രതിപക്ഷം നോക്കിയല്ല ഞാൻ ഇറങ്ങി വന്നത്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് താൻ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് പറഞ്ഞു, നിന്നെ ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെ പറയാൻ ഉള്ള കാഴ്ചപ്പാട് അബ്രഹാമിന് കിട്ടിയത് ജയം പ്രാപിച്ചു വന്നപ്പോ
ശാരേൻ രാജാവായ മൽക്കിസദേക്ക് അപ്പോൾ വീഞ്ഞുമായി ചെന്ന് അബ്രഹാമിനെ എതിരേൽക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു. സ്വർഗത്തിലെ ഭൂമിയുടെ നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. തൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക എൻ്റെ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവമാ. സോദൻ രാജാവിൻ്റെ സമ്പത്ത് കൊള്ളയ്ക്കിട്ട എനിക്ക് വേണ്ട സ്വർഗത്തിന് നാഥനായ ഭൂമിയുടെ നാഥനായ ദൈവമാണ് എൻ്റെ ദൈവമായിരിക്കുന്നിടത്തോളം എന്നെ നടത്താൻ, എന്നെ പുലർത്താൻ, എന്നെ ബുദ്ധിമുട്ടൊക്കെയോ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം തീർത്തു തരാൻ എൻ്റെ ദൈവമുണ്ട്. അതുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. മൽക്കിസദേക്ക് പറഞ്ഞ വാക്യ കയറി പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു. സ്വർഗത്തിന്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു, നിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട. ബൈബിൾ നാം വായിക്കുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ദൈവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ഇത് കാംക്ഷിട്ട് വിശ്വാസം വിട്ട് ഉഴലുക, ഉള്ളത് തൃപ്തിപ്പെട്ടുകൊള്ളുക. എബ്രായർ 7 എഴുതി, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊള്ളുക. യഥാർത്ഥ ആത്മീയ ജീവിതം ഏതാണെന്ന് അറിയാമോ? സമൃദ്ധിയുടെ സുവിശേഷം അംഗീകരിച്ചിരിക്കുന്ന കുടുംബജീവിതമല്ല. ബുദ്ധിമുട്ടിൻ്റെ ഞെരുക്കത്തിൻ്റെ സുവിശേഷം അംഗീകരിച്ചിരിക്കുന്ന കുടുംബജീവിതമല്ല. യഥാർത്ഥ ആത്മീയന്റെ കുടുംബം ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോകുന്ന കുടുംബമാ. ദൈവം തന്നതിൽ തൃപ്തിപ്പെടുക, ദൈവം തന്ന വീട് തൃപ്തിപ്പെടുക, ദൈവം തന്ന ജോലി തൃപ്തിപ്പെടുക, തന്ന വാഹനത്തിൽ തൃപ്തിപ്പെടുക, ദൈവം തന്ന ഭാര്യയിൽ തൃപ്തിപ്പെടുക, ദൈവം തന്ന മക്കളിൽ തൃപ്തിപ്പെടുക. ദൈവം തന്നത് തൃപ്തിപ്പെട്ടിരിക്കുന്ന ജീവിതം പോലെ ശ്രേഷ്ഠമായ ഒരു ജീവിതം വേറെയില്ല. ഉള്ളത് തൃപ്തിപ്പെട്ടിരിക്കുക. പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുള്ള ഓട്ടമല്ലേ, പല കാര്യത്തിന്റെ പിന്നാലെ ഓടുക. ദൈവമൊക്കെ ചിട്ടിയും പാട്ടവും ഒന്നും ഒരിക്കൽ പറഞ്ഞിട്ടില്ല. ദൈവദാസന്മാരൊക്കെ എതിരായിരുന്നു. അങ്ങനെയുള്ള പാട്ട് വരെ നമ്മൾ പാടാറുണ്ട്. അവരന്ന് എഴുതിയ പാട്ടുകളാണ്. കാരണം അധികമുണ്ടാക്കണം എന്നൊരു ചിന്ത അവർക്കില്ല. ദൈവം കൊടുത്ത് സംതൃപ്തിപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവർ മുമ്പോട്ട് പോകുന്നവരായിരുന്നു. അബ്രഹാമിൻ്റെ ആത്മീയ കുടുംബത്തിന് പ്രത്യേകത ഉള്ളത് സംതൃപ്തിപ്പെട്ടിരിക്കുക. ദ്രവ്യാഗ്രഹ ചിന്തയില്ല, ദ്രവ്യാഗ്രഹത്തിന് പുറകെ ഓടുന്നില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, പാടാൻ നേരമില്ല, യോഗത്തിന് പോകാൻ നേരമില്ല, പണം ഉണ്ടാക്കാൻ ഓടുക. ജീവൻ തിരിച്ചു വിളിക്കുമ്പോൾ പണം ആര് കൊണ്ടുപോകും? ഭാര്യയ്ക്ക് കിട്ടും, പോകുമ്പോൾ ആര് കൊണ്ടുപോകും? മക്കൾക്ക് കിട്ടും, അവര് പോകുമ്പോൾ ആര് കൊണ്ടുപോകും? പിന്നെ ആര് കൊണ്ടുപോകും? ദൈവത്തിന് അറിയാം. പലരുടെയും പണം ബാങ്കിൽ കിടന്ന് ഗവൺമെന്റ് ഏറ്റെടുക്കത്തേ ഉള്ളൂ. കാരണം പൂഴ്ത്തി വെച്ച് ആർക്കും ഒന്നും കൊടുക്കത്തില്ല, ദൈവവേലയ്ക്ക് കൊടുക്കത്തില്ല. ഉണ്ടാക്കി ഒരു ദിവസം ഒരു ആളെന്നോട് പറഞ്ഞ 66 ലക്ഷം രൂപ ഇന്ന ആളിന്റെ അക്കൗണ്ടിൽ മരവിച്ച് കിടക്കുക. മക്കൾ ഒരുമിച്ച് ഒപ്പിട്ടാലേ കിട്ടത്തുള്ളൂ. അപ്പനും അമ്മയും മരിച്ചുപോയി, മക്കൾ ഒന്നിക്കത്തുമില്ല. ഗവൺമെന്റ് ഏറ്റെടുത്തു 66 ലക്ഷം രൂപ. കുറെ വർഷം ഗവൺമെന്റ് ഏറ്റെടുക്കും. ആന്റിക്രൈസ്റ്റിന്റെ ആളുകൾ കൊണ്ടുപോകാതെ ദൈവവേലയ്ക്ക് കൊടുത്ത് ദൈവത്തെ സേവിച്ച് വലവിധേയര് സ്വർഗത്തിൽ പോലുള്ള ആഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ് ശരിയായുള്ള ആത്മീയ കുടുംബത്തിന്റെ ലക്ഷണം. അബ്രഹാമിന്റെ കുടുംബം എനിക്കൊന്നും വേണ്ട, ഞാൻ സേവിക്കുന്നത് സ്വർഗത്തിന്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നതനായ ദൈവത്തെയാ. ആ ദൈവം എന്നെ പുലർത്തിക്കോളും, ആ ദൈവം എന്നെ നടത്തിക്കോളും. അന്യായമായ ഒരു പണം എനിക്ക് വേണ്ട, അന്യായമായ എനിക്ക് വേണ്ട.
എൻ്റെ ദൈവം തരുന്നത് എനിക്ക് മതി. പ്രൈസ് ദി ലോർഡ്. കൈക്കൂലി വാങ്ങിയിട്ട് ദശാംശം കൊടുക്കാൻ ആരും പോകരുത്. കൈക്കൂലിയുടെ ദശാംശം ദൈവത്തിന് വേണ്ട, അന്യായമായതൊന്നും ദൈവത്തിന് വേണ്ട. അതുകൊണ്ട് ദൈവത്തിന് മക്കൾ ഓർത്തോണം, ദൈവം തന്നത് തൃപ്തിപ്പെട്ട് ജീവിക്കുക, ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ദ്രവ്യാഗ്രഹം സകല വിധത്തിലും ദോഷത്തിന് കാരണമെങ്കിൽ അതിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുക. സ്വർഗത്തിൽ പോകത്തില്ല, ദ്രവ്യാഗ്രഹം സ്വർഗത്തിൽ പോകത്തില്ല. സകല ദോഷങ്ങൾക്കും അത് കാരണമാണെന്നാണ്. സകല ദോഷമുള്ളവരെങ്ങനെ സ്വർഗത്തിൽ പോകുന്നു? അതുകൊണ്ട് ദൈവമക്കളെ, ദ്രവ്യാഗ്രഹ ചിന്തയില്ലാതെ ദൈവത്തെ സേവിക്കുന്ന കുടുംബങ്ങളാ ആത്മീയ കുടുംബങ്ങൾ. അടുത്തായിട്ട് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ കാണുന്നു. 3 പേര് ആ കുടുംബത്തിൽ വന്നു കൂടാരത്തിൽ താമസിക്കുക. 3 പേര് വഴിയെ വരിക. അബ്രഹാം ഒരു പ്രത്യേകത ഉണ്ട്, ആര് വഴിയെ പോയാലും ഓടിച്ചെന്ന് നമസ്കരിക്കും. വീട്ടിൽ കയറി വരണമെന്ന് പറയും, അവിടെ കാല് കഴുകി കൊടുക്കും. അവർക്ക് ആഹാരം ഉണ്ടാക്കാൻ സാറായെ വിളിച്ച് പറയും, അവർക്ക് ആഹാരം കൊടുക്കും. അത് അബ്രഹാമിൻ്റെ ഒരു പതിവാ. അങ്ങനെ ഇരിക്കുമ്പോൾ 3 പേര് വന്നു. അബ്രഹാമിന് അറിയത്തില്ല ആരാണ്, വഴിയെ പോകുന്നവരാണെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ ഈ വഴിയെ വന്നത് എൻ്റെ വീട്ടിൽ വന്ന് അല്പം ഭക്ഷിച്ച് പാനം ചെയ്ത് അല്പം ഒരു ആശ്വാസം പ്രാപിക്കാൻ കയറി വരണം എന്ന് പറഞ്ഞവരെ നമസ്കരിച്ച് സ്വീകരിച്ചോണ്ട് വന്ന് സാറായെ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് ആഹാരം ഉണ്ടാക്ക്. ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അറിയുന്നത് ആരാ വന്നത്? 2 ദൂതന്മാരും യഹോവയായ ദൈവം കൂടെ വന്നത്. മനുഷ്യവേഷത്തിൽ വന്നതുകൊണ്ട് മനസ്സിലായില്ല വന്ന ആളുകൾ ആരാണെന്ന്. അവിടെ എബ്രായലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത്, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാലല്ലോ അറിയാതെ ദൈവദൂതന്മാരെ അവർക്ക് സൽക്കരിക്കുവാനിടയായത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന ആരാണ് നമുക്കറിയത്തില്ല. വേഷം മാറി ചിലപ്പോൾ ദൈവത്തിന് ദൂതന്മാർ വരും. ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ വന്നു നിന്നായിരിക്കും വാർക്ക് നിന്ന് വല്ലതും തരണേ മുന്നേറെ കേട്ട പോലെ ഓടിച്ചു വിടുക, വെട്ടി അടിച്ചു വിടുക, പൊക്കോടോന്ന് പറയുക, അപ്പം ഫോൺ വിളിക്കുമെന്ന് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓർത്തോണം, ദൈവത്തിന് ദൂതനായിരിക്കും നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാ, നിന്റെ സ്വഭാവം എന്നറിയാൻ വേണ്ടി ദൈവം വിട്ടതായിരിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിച്ചോണം, വീട്ടിൽ വരുന്ന ആരാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ വേണം അവരോട് പെരുമാറാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാം നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളായിരുന്നു, മറ്റുള്ളവരെ സൽക്കരിക്കാൻ മനസ്സുള്ള. എന്നാൽ ഇന്ന് ചിലർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ മനസ്സില്ല. വീട്ടിൽ വരുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ മനസ്സില്ല. എന്നാൽ 3 പേർക്ക് ഓരോ ഇടങ്ങളിലും എടുത്ത് അപ്പം ഉണ്ടാക്കിയ അബ്രഹാമിൻ്റെ തലമുറയോട് ദൈവം കാണിച്ച വിശ്വസ്തത നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ സന്തതി മരുഭൂമിയിൽ 30 ലക്ഷം 40 ലക്ഷത്തിന് ഇടയ്ക്ക് ആളുകൾ താമസിക്കുമ്പോൾ ഒരു നേരമല്ല, ഓരോ ദിവസവും 40 വർഷങ്ങൾ ഓരോ ഇടങ്ങഴി വീതം മന്ന കൊടുത്ത് ദൈവം നീതിമാനാണെന്ന് വെളിപ്പെടുത്തി. ദൈവമക്കളെ, ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവനാമത്തെ മറ്റുള്ളവരെ സൽക്കരിച്ചാൽ ദൈവം നമ്മെ ആദരിക്കുന്ന ദൈവമാ, ദൈവം നമുക്കോട് പ്രവർത്തിക്കുന്ന ദൈവമാ. അതുകൊണ്ട് ഒരു ആത്മീയ കുടുംബത്തിൻ്റെ ലക്ഷണം മറ്റുള്ളവരെ സൽക്കരിക്കുക. അടുത്തായിട്ട് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ കാണുന്നു. ദൈവം പറഞ്ഞു, അബ്രഹാമേ, സോദോം ഗോമോറയുടെ പാപം സ്വർഗം വരെ എത്തി. അതൊന്ന് നേരിട്ട് കാണാൻ ഞങ്ങൾ ഇറങ്ങിയതാ. ആ പാപം അവരെ നശിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. 2 ദൂതന്മാർ മുമ്പേ പോയി. അബ്രഹാം ആ ദൈവത്തിന് മുമ്പ് നിൽക്കുക. ദൈവം പറഞ്ഞു, എൻ്റെ സ്നേഹിതനോട് പറയാതെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് നശിപ്പിക്കാൻ പോവുക. കാരണം അത്രമാത്രം അവിടെ പാപം വലുതായിരിക്കും. ഉടനെ ആ സമയത്ത് അബ്രഹാം പറഞ്ഞു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമേ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല. 45 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല. 40 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. 30 ഇല്ല. 20 ഇല്ല. 10 ഇല്ല. ദൈവം
പറഞ്ഞില്ല 10 പേരോട് നശിപ്പിക്കത്തില്ല. എന്നാൽ ദൈവത്തിന് മനസ്സിലായി, ഈ അബ്രഹാമിന് മനസ്സിലായി, ലോത്ത് അവിടെ ഉണ്ടെങ്കിലും 10 പേര് എങ്കിലും അവിടെ കാണുമായിരിക്കും. 50 പേര് കാണുമെന്ന് ചിന്തിച്ച് കാണാൻ സാധ്യതയില്ല. 45 ആക്കി, കുറച്ച് 10 വന്നു. ദൈവം അതുവരെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞു. 10 പേരെങ്കിലും കാണുമെന്ന് വിചാരിച്ച്. എന്നാൽ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഈ ദൈവദാസ ഹൃദയ പരമാർത്ഥ മനസ്സിലായി. തൻ്റെ സഹോദരപുത്രൻ നശിച്ചു പോകരുത് എന്നുള്ള ഹൃദയത്തിൻ്റെ ആഴത്തിലെ ഭാരം കൊണ്ടുള്ള മധ്യസ്ഥതയാണല്ലോ താൻ എൻ്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരുന്നത്. അവരെനിക്ക് തൻ്റെ സഹോദരന് വേണ്ടി ഇടിവ് നിൽക്കുകയാണല്ലോ ചെയ്തത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് 10 പേരില്ലെങ്കിലോ അവൻ്റെ സഹോദരപുത്രൻ ലോത്തിനെ കുടുംബത്തെ ദൂതന്മാരോട് കൈപിടിച്ച് ആ പട്ടണത്തെ പുറത്തു കൊണ്ടുവന്നാക്കാൻ പറഞ്ഞിട്ട് ദൈവം ആ ദേശത്തിന്മേൽ ന്യായവിധി അയച്ചു. ദൈവത്തിൻ്റെ മക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു കുടുംബം, മധ്യസ്ഥത അടയ്ക്കുന്ന കുടുംബം. എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥന. വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കൂടി ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. കൂടി ആ പാസ്റ്റർക്ക് വേണ്ടി വരെ പറയും. വേറെ ആരും ഒരു വിഷയമല്ല. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല പ്രാർത്ഥനകളും നമ്മളോട് ബന്ധപ്പെട്ട മാത്രം. ഞാൻ കഴിഞ്ഞ 2 ദിവസം മോഡൽ കാണിച്ച് ആഗോള വ്യാപകമായി പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തി. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട 100 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബമാണ് ആത്മീയ കുടുംബം. ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന, ഏറ്റവും പ്രസാദിക്കുന്ന പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, ഈ ദിവസങ്ങൾ അബ്രഹാമിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം തീരണം. നോക്കുക, അബ്രഹാമിൻ്റെ കുടുംബം ഒരു ആത്മീയ കുടുംബമായി തീർന്നു. അതുനിമിത്തം ആ കുടുംബത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോ കുടുംബങ്ങളും ആത്മീയ കുടുംബങ്ങളായി തീർന്നാൽ അത് നിമിത്തം ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഒന്നുകൂടെ വായിച്ചു കേൾക്ക്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കൂ, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കൂ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളോ അനുഗ്രഹിക്കപ്പെടോ. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഫാമിലി അബ്രഹാമിൻ്റെ ഫാമിലിയാ. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചല്ലോ, അവിടെയാണ് ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ, അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ, അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ, അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണതന്ത്രജ്ഞന്മാർ, അവിടെയാണ് ലോകത്തിൽ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ. അവരാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ. യഹൂദന്മാർ ആളുകളാ. ആ കുടുംബത്തിൽ നിന്ന് യേശു ജനിച്ചു. ആ കുടുംബം എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അതുകൊണ്ട് ദൈവമക്കളെ, ആത്മീയമുള്ള കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെല്ലാം തീരുമെങ്കിൽ അബ്രഹാമിന്റെ കുടുംബത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ എല്ലാം നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള സന്ദേശമാണ് ഉപവാസ പ്രാർത്ഥന ഒടുവിൽ സഭയ്ക്ക് നൽകുവാൻ ദൈവം എന്നെ പരമേൽപ്പിച്ചത്. അത് ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കരങ്ങളൊന്ന് അടിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ, ആരാധനയുള്ള കുടുംബങ്ങൾ, ക്ഷമിക്കാൻ മനസ്സുള്ള കുടുംബങ്ങൾ, അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹമില്ലാത്ത കുടുംബം, അതുപോലെ തന്നെ എല്ലാം മറക്കാനും ക്ഷമിക്കാനും കഴിയുന്ന കുടുംബങ്ങൾ, അതുപോലെ മറ്റുള്ളവരെ സൽക്കരിക്കുന്ന കുടുംബങ്ങൾ, മറ്റുള്ളവർക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട മോഡൽ ഫാമിലീസായി ഫേസ് സെന്ററിലെ ഫാമിലികളെല്ലാം തീരാന്തയുടെ ആക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വചനങ്ങളെ ഏറ്റെടുത്ത് കേൾക്കുന്നവരായിട്ടല്ല, ചെയ്യുന്നവരായി
പ്രാവർത്തികമാക്കുന്നവരായി തീരണമെന്നുള്ള പ്രബോധനം കൂടെ ഞങ്ങൾ കേൾപ്പിച്ചില്ല. അതിന് കർത്താവേ ഇത് വരും കേട്ട് എല്ലാവരുടെയും ഉള്ളിൽ ഇത് കത്തിക്കൊണ്ടിരിപ്പാൻ അടുത്ത ദിവസങ്ങളിൽ അബ്രഹാമിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രത്യേകതകളെല്ലാം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും കാണാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ഓർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിനെ കൂട്ടായ്മയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും